ഇന്ന് നമ്മൾ സൈക്കിളിലല്ല കൊൽക്കട്ട സിറ്റി കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈ യെല്ലോ ടാക്സിയിലാണ് പോകുന്നത്. നമ്മളിന്ന് ഫസ്റ്റ് പോകുന്നത് വിക്ടോറിയ മെമ്മോറിയൽ കാണാനാണ്. ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ്. ഇത് ഫുൾ മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെമ്മോറിയലാണ് കേട്ടോ. ഈ കൊൽക്കട്ടയിൽ തന്നെ, സെൻട്രൽ കൊൽക്കട്ടയിലാണ് ഉള്ളത്. ആര് വന്നാലും ഇത് മിസ് ചെയ്യാറില്ല കൊൽക്കട്ടയിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അതിനുള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാം. ഇതാണ് ക്യൂൺ വിക്ടോറിയ. ഇപ്പം ബ്രിട്ടനിലെ ക്യൂണായിരുന്നു. പിന്നെ അവരുടെ മെമ്മോറിയലായിട്ടാണ് ഇവിടെ ഇത് പണിതിരിക്കുന്നത്. 1901 അവർ മരിക്കുന്നത്. 1906 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1921 ആയപ്പോഴത്തേക്ക് പണി കഴിഞ്ഞു. പക്ഷെ ആ സമയത്തേക്ക് ബ്രിട്ടീഷ് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. കണ്ടല്ലേ, ഇതാണൊരു ഫുൾ വ്യൂ. നമ്മുടെ കൊൽക്കട്ടയിലെ താജ്മഹൽ എന്നാണ് കേട്ടോ ആൾക്കാർ പറയുന്നത്. ഇതിന് താജ്മഹലിൽ യൂസ് ചെയ്ത സെയിം മാർബിൾ കൊണ്ടാണ് ഇതും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫെയ്ഡ് ആവാതെ വെക്കാനൊക്കെ വലിയ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഏരിയ. നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ ടാക്സിക്കാർക്ക് പോകാനേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. കണ്ടോ, ആളുടെ ഫോട്ടോ, പിന്നെ ആളുടെ പാരൻസിൻ്റെ ഫോട്ടോ, ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അന്നത്തെ ഹിസ്റ്ററി എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് നേരം നോക്കിയിരുന്നാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നേതാജിയുടെ, നമ്മളുടെ സുഭാഷ് ചന്ദ്രബോസിനെ നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് അന്ന് നോമിനേറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആൾ. അപ്പോൾ ആളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആൾക്ക് എഴുതിയ ലെറ്ററാണിത്. വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഒറിജിനൽ മോഡൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ചില്ലുകൂട്ടിൽ, അതാണ് ഒറിജിനൽ മോഡൽ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കുറേ പെയിൻറ്റിങ്സ്, ആ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതും ഉണ്ട് കേട്ടോ. ഫോട്ടോൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്നിരുന്ന ദർബാർ സെറമണിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ ആനപ്പുറത്തുള്ളതാണ് അന്നത്തെ വൈസ്രോയ് ലോർഡ് കേഴ്സണും ആളുടെ വൈഫും. അതിൻ്റെ തൊട്ട് പുറകിലുള്ള ആനയിലിരിക്കുന്നത് അന്നത്തെ പ്രിൻസ്, ഇന്ത്യയിലെ പ്രിൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദർബാർ കണ്ടക്ട് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവരായപ്പോൾ ആ സെറമണി നടന്നതിൻ്റെ ഒരു പെയിൻറ്റിങ്, ആ ഇവൻറ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്താ അറിയോ, അന്നത്തെ കാലത്ത് പേപ്പറിന് പകരം പോസ്റ്റേഴ്സ് അടിച്ച് വരില്ലേ, അതാണ്. അപ്പോൾ നേതാജിയുള്ള ആസാദ് ഹിന്ദ് ഫൗജാണ് ഇത്. അപ്പോൾ അവരുടെ ആ ഒരു ആർമീനെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് പല ഘട്ടത്തിലും പല മോട്ടിവേഷണൽ എഴുത്തൊക്കെ എഴുതിയിട്ട് അത് അടിക്കുമായിരുന്നു, അത്ര അടിച്ച് വിതരണം ചെയ്യും. അപ്പോൾ അതിന്നാണ് നമുക്ക് അന്നത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഒക്കെ വന്നത്. ഇതേപോലത്തെ പോസ്റ്റർ സ്റ്റൈൽ ഇറക്കിയിട്ടാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ 1946 പേപ്പേഴ്സാണ് കേട്ടോ, ഫേമസ് പേപ്പേഴ്സാണ്. ആൻഡമാൻ ജയിൽ സെൻസേഷൻ, പിന്നെ ഇത് നാഷണൽ ഹെറാൾഡ്, പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റാൻഡേർഡ്. സുഭാഷ് ചന്ദ്രബോസ് യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമല്ല, ആ സമയത്ത് INA പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഉപയോഗിച്ച് വാള്, കത്തി, കണ്ണട, പെന്ന്, കോയിൻ, നോട്ട്, ഇങ്ങനെയെല്ലാം ഇവർ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചില്ലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളാണ്. 3 ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് റിവോൾവർ, പിന്നെ റൈഫിൾ, പിന്നെ പിസ്റ്റൾ. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി 3 ലാംഗ്വേജ് ആണ് ഉള്ളത്. ഈ തോക്കിനെ പറ്റിയുള്ള ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. ഇവരൊക്കെ ആ കാലത്തെ ഫീമെയിൽ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. ഫ്രീഡം ഫൈറ്റേഴ്സ് മാത്രമല്ല, നേതാക്കളാണ്. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള അന്നത്തെ ഇന്ത്യൻ നേവിക്കാരാണ്. അപ്പോൾ നാവി ഫോഴ്സ് ഫ്രീഡം ഫൈറ്റിംഗ് റോഡിൽ നടത്തുന്ന ഫോട്ടോയാണിത്. ഇതാണ് മാർബിൾ. ഈ മൊത്തം ബിൽഡിംഗ് ഇതേപോലെ ഈ മാർബിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഫുൾ ഉള്ളിൽ കവർ ചെയ്തിട്ട് ബാക്ക് സൈഡിലൂടെ ഇറങ്ങിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിൻലി പറയുകയാണെങ്കിൽ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലത്ത് വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും അവരെ നേതാക്കളും പിന്നെ അവർ അറസ്റ്റിലായത്, അവർ മരിച്ചത്, അവരെന്തൊക്കെ ആക്ട്സ് ചെയ്തിരുന്നു, എത്ര റയോട്ട്സ് അവർ ലീഡ് ചെയ്തു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊരു ബേസിക് ഐഡിയ എന്തായാലും കിട്ടും. പിന്നെ അന്നത്തെ അവർ യൂസ് ചെയ്തിരുന്ന തോക്ക്, ടൂൾസ്, കൊടികൾ, പിന്നെ പത്രലേഖനങ്ങൾ, പിന്നെ ഫ്ലയേഴ്സ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ വിടുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമര കാലം നടന്നിരുന്നത്. അതൊക്കെ ഇവിടെ കാണാം. പിന്നെ മെയിൻ മാർവൽ എന്ന് പറയുന്നത് ഇതാ ഈ ബിൽഡിംഗ് തന്നെയാണ്. കണ്ടോ, ഇവിടെ നമുക്കൊരു ഫുൾ വ്യൂ കിട്ടും കേട്ടോ. ഈ ഗ്രൗണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണില്ലേ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈഡ് ആംഗിളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർബിൾ മിറാക്കിൾ ബാക്കിൽ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതുണ്ട്, ഇവിടെ ഫുള്ളിങ്ങനെ വരിവരിക്കായിട്ട് കുതിരവണ്ടികൾ നിർത്തി വെച്ചേക്കാണ്. നമുക്ക് അവിടെ ഒരാൾ റേറ്റൊക്കെ ഒത്തിട്ട് എടുക്കുന്നുണ്ട്. നേരെ ഇതാ ഈ വിക്ടോറിയേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവർ ഈ റൗണ്ട് ഫുള്ള് ഈ കുതിരേൻ്റെ മേലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ റൗണ്ട് ഫുള്ള് അവർ ഈ കുതിര വണ്ടിയിൽ നമ്മളെ കയറ്റി കിടക്കും. ഒരു രാജകീയമായ കുതിരവണ്ടി, ഒരു ബാഹുബലി സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലേ കാണാൻ. അത്ര വരില്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഇവൻ സമ്മതിച്ചിട്ടുണ്ട്, ഇവൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ കയറി എന്നോട് ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അജ്മൽ എന്നെ ഫോട്ടോ എടുത്തരാ പറഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് കുതിരവണ്ടിയിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുതിരവണ്ടിയിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു കുതിരവണ്ടി കയറി ഇന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ ഇവൻ പറഞ്ഞ 100 രൂപ തന്ന ഫോട്ടോ എടുക്കാം. അപ്പോൾ ഗോഡേക്കോ നാം ഹേ ക്യാ ഹേ? इसका नाम रूपा, उसका नाम बासा. रूपा बासा. बासा. ആ, അപ്പോൾ കുതിരക്ക് പേരുണ്ട്. ഒന്ന് രൂപ, ഒന്ന് ബാസ. അപ്പോൾ റൂബിയും ബാസേൻ്റെയും കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഗ്രേറ്റഡാ. ഹായ് ഹായ്. മലയാളം മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കുതിരക്ക് മലയാളം അറിയില്ല, ബംഗാളി ഉണ്ട്. ഞാൻ ഇന്നാളൊരു കുതിരനോട് സംസാരിച്ചിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഷേൻ്റെ പ്രശ്നമാണ്. ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ആനനെ വാങ്ങിയിട്ട് ബയമൂഡ് ആകെമൂഡ് എന്ന് പറയുന്നില്ലേ, അതേപോലെ ഞാൻ ബംഗാളിയിൽ പറഞ്ഞാൽ കുതിര മൂവ്.
കൊൽക്കത്ത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി ബാക്കി കാഴ്ചകൾ, ഇതിലും മനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.